വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗം. ഈശോ ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നുമൊക്കെ മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇതിന് തൊട്ടു മുമ്പിലുള്ള വചനഭാഗത്ത് നാം കാണുക, അനുദപിക്കാതെ പോകുന്ന നഗരങ്ങളെയൊക്കെ ഈശോ ശാസിക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഇന്നിൻ്റെ വചനഭാഗത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്, ദൈവികമായ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ കാരണമാകുക ദൈവം അത് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നത് കൊണ്ടാണ്. വചനം പറയുന്നുണ്ട്, ശിശുക്കളെ പോലെ ആകുമ്പോൾ മാത്രമാണ്, ശിശു സഹജമായ വിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവികമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. കർത്താവ് ആരെ തിരഞ്ഞെടുക്കുന്നുവോ അവർക്ക് മാത്രമാണ് ഇതൊക്കെ വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യുക. എന്നെ തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് വാശി പിടിക്കുവാനായിട്ട് സാധ്യമാവുകയില്ല. നമ്മൾ ഓരോരുത്തരും ഇന്ന് ധ്യാനിക്കേണ്ടത് വെളിപ്പെടുത്തപ്പെട്ട ദൈവികമായ രഹസ്യങ്ങളൊക്കെ അതിൻ്റെതായ ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടിയാണോ നാം ഓരോരുത്തരും സമീപിക്കുന്നതെന്നാണ്. എനിക്ക് ഉൾക്കൊള്ളുവാൻ സാധ്യമാകാതെ പോകുന്ന ദൈവികമായ രഹസ്യങ്ങളെയൊക്കെ പുച്ഛഭാവത്തിൽ ഞാൻ സമീപിച്ചിട്ടുണ്ടോ എന്നുകൂടെ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ദൈവികമായ രഹസ്യങ്ങളൊക്കെ ഏറ്റവും തീവ്രമായ വിശുദ്ധിയിലും വിശ്വാസത്തിലുമൊക്കെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. രണ്ടാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഒരു കുഞ്ഞ് തൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തൻ്റെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നത് പോലെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവർക്ക് മാത്രമാണ് ദൈവികമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. നമുക്ക് ധ്യാനിക്കാം, ഈ കുഞ്ഞിനെ പോലെയുള്ള മനോഭാവത്തിലേക്കൊന്ന് ചെറുതാകുവാനായിട്ട് ഞാൻ എത്രത്തോളം ഇന്ന് വളരേണ്ടിയിരിക്കുന്നുവെന്ന്. ഒരു കുഞ്ഞിന് സ്വന്തമായൊരു ലോകമില്ല. അവൻ്റെ മാതാപിതാക്കളാണ് അവൻ്റെ ലോകം. ദൈവമാണ് എൻ്റെ ലോകമെന്ന് പറയുവാനായിട്ട് നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? എന്നെങ്കിലുമൊക്കെ എനിക്ക് പറയുവാൻ പറ്റുമോ ദൈവമാണ് എൻ്റെ ലോകമെന്ന്? നമുക്ക് ധ്യാനിക്കാം. മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ വിവേകത്തിലേക്കും ബുദ്ധിയിലേക്കും ഒന്നുമല്ല ക്രിസ്തു നോക്കുക, മറിച്ച് അവൻ്റെ ഹൃദയത്തിലേക്കാണ്. ഹൃദയത്തിൽ ക്രിസ്തുവിന് ഇടം കൊടുക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈ ലോകത്തിൻ്റെ മുൻപിൽ ഒരുപാട് വലിയവനാകാൻ നാമൊക്കെ പരിശ്രമിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ അല്പമൊന്ന് ചെറുതാകുവാൻ, ശിശുവിനെ പോലെ ആകുവാനായിട്ട് എല്ലാവരും മറന്നു പോവുകയാണ്. ഈ ലോകത്തിൽ എല്ലാവരും ഇങ്ങനെ വലിയവനാകാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ക്രിസ്തുവിന് വേണ്ടിയിട്ട് അല്പമൊന്ന് ചെറുതാകുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് ഈ വചനഭാഗം വിനിയോഗിക്കാം. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് വേണ്ടി അല്പം ചെറുതാകുവാൻ, കണ്ണടയ്ക്കുവാനായിട്ട്, കുഞ്ഞുങ്ങളെ പോലെ നിർമ്മലരും നിഷ്കളങ്കരുമൊക്കെ ആകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.